എൻ്റെ മട്ടാഞ്ചേരിയെ അറിയുവാൻ മട്ടാഞ്ചേരിയുടെ ഹൃദയഭാഗത്തിലേക്കുള്ള യാത്ര ഞാനും ഭാര്യയും ബൈക്കിൽ യാത്ര ആരംഭിച്ചു. മട്ടാഞ്ചേരിയെ പെട്ടെന്ന് മനസ്സിലാവും. വഴിയോര കച്ചവടക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണിത്. യാത്രയ്ക്കിടയിൽ മട്ടാഞ്ചേരിയുടെ പ്രിയ പാനീയം ലസ്സി കുടിക്കുവാൻ ഒരു കടയിൽ കയറി. ഒരു സാധാ ലസ്സി കുടിച്ചു. ആഹാ, മനസ്സും ശരീരവും ഉണർന്നു. യാത്ര തുടർന്നു. ആദ്യ ലക്ഷ്യം സിനഗോഗ് ആയിരുന്നു. സിനഗോഗ് കാണുവാൻ സാവധാനം ഞങ്ങൾ നടന്നെടുത്തു. ടൈൽ വിരിച്ച പാതയിലൂടെ വഴിയോര കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടന്നെടുത്തു. മട്ടാഞ്ചേരി സിനഗോഗ് ഇന്ത്യയിലെ കേരളത്തിലെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപരമായ സിനഗോഗാണ്. സിനഗോഗിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ. 1568 കൊച്ചിയിൽ നിന്നും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള സ്പാനിഷ് സംസാരിക്കുന്ന ജൂത കുടിയേറ്റക്കാർ അഥവാ പരദേശികൾ ആണ് സിനഗോഗ് സ്ഥാപിച്ചത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് പരദേശി സിനഗോഗ് എന്ന് ഇതറിയപ്പെടുന്നു. സിനഗോഗ് പരമ്പരാഗത കേരള മിഡിൽ ഈസ്റ്റേൺ വാസ്തുവിദ്യാ ശൈലികൾ കൊണ്ട് പ്രസിദ്ധിയാർജിക്കുന്നു. ഇവിടെ ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്നത് തോറ ചുരുളുകൾ അടങ്ങിയ ഒരു ടെബ പെട്ടകം കൊണ്ടാണ്. ഹീബ്രു ലിഖിതങ്ങളുള്ള ചെമ്പു തകിടുകൾ, പുരാതന ചാൻസിലിയറുകളും വിളക്കുകളും ഇവിടെ ഭംഗി കൂട്ടുന്നു. ഇതാണ് മട്ടാഞ്ചേരി സിനഗോഗ്, പരദേശി സിനഗോഗ്. കോമൺവെൽത്തിലെ ഏറ്റവും പഴയ സജീവ സിനഗോഗുകളിൽ ഒന്നാണിത്. കേരളത്തിൻ്റെ സമ്പന്നമായ ജൂത പൈതൃകത്തിൻ്റെ സാക്ഷ്യമാണിത്. കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതീകം. കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ അടക്കി വച്ചിട്ടുള്ള സിനഗോഗിൻ്റെ മറ്റൊരു പ്രത്യേകത നിരത്തി വിരിച്ച ടൈലുകൾ ആണ്. ചിത്രപ്പണികളാൽ അലങ്കരിച്ച ടൈലുകൾ. ഒരുപക്ഷെ ഈ ടൈലുകൾ സിനഗോഗിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നതായി നമുക്ക് തോന്നും. ഒറ്റ ലോഹത്തകിടിൽ പണി കഴിപ്പിച്ചതുപോലുള്ള വലിയ തൂണുകളും ഈ സിനഗോഗിൻ്റെ ഭംഗി കൂട്ടുന്നു. പുരാതന കാലത്തിൻ്റെ കരകൗശലത്തിൻ്റെ മകുടോദാഹരണമാണിത്. പെട്ടെന്ന് ശ്രദ്ധ മേൽക്കൂരയിലേക്ക് പോയി. നല്ല ഉയരത്തിൽ മീറ്ററുകൾ നീളമുള്ള തടിയിലാണ് മേൽക്കൂര പണി കഴിപ്പിച്ചിട്ടുള്ളത്. സിനഗോഗിന് ഭംഗി കൂട്ടുവാൻ മേൽക്കൂരയിൽ നിന്നും തൂക്കിയിട്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഭംഗിയുള്ള ലൈറ്റുകൾ ഇവിടെ മനം മയക്കും. സിനഗോഗിൽ പ്രവേശിക്കുവാൻ ഒരാൾക്ക് 10 രൂപയാണ് നിരക്ക്. രാവിലെ 10 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയുമാണ് സിനഗോഗ് സന്ദർശിക്കുവാനുള്ള സമയം. സിനഗോഗിൽ നിന്നും പുറത്തിറങ്ങി അല്പം മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ, പോലീസ് മ്യൂസിയം എന്ന കവാടം കണ്ടു. ഉള്ളിൽ കയറി. 1920 പോലീസ് ഉപയോഗിച്ചിരുന്ന ഗൺ, പിസ്റ്റൾ, കഠാരകൾ, പോലീസിൻ്റെ വിവിധതര യൂണിഫോമുകൾ, വിലങ്ങുകൾ ഇവയെല്ലാം കണ്ടു. വിവിധ പോലീസ് കുപ്പായമണിഞ്ഞ പോലീസിൻ്റെ ഫോട്ടോ ഫ്രെയിമിൻ്റെ നീണ്ട ഒരു നിരയും അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ പോലീസിൻ്റെ ബാഡ്ജ്, റാങ്ക് ഇവ ഉൾപ്പെടുത്തിയ മറ്റൊരു ഷെൽഫും അവിടെയുണ്ട്. പോലീസിൻ്റെ ആർട്ട് ഗാലറി ഒരുപാട് പുതിയ അറിവുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും മറ്റൊരിടത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. അല്പം മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പുരാതന കരകൗശല വസ്തുക്കൾ ഉൾപ്പെടുത്തിയ ആർട്ട് ഗാലറി കണ്ണിൽപ്പെട്ടു. 25 രൂപ ഫീസ് ഉണ്ടായിരുന്നു അവിടെ കയറുവാൻ. കാറുകളുടെ മോഡൽ ശേഖരം ബെൻസ് മുതൽ അംബാസഡർ വരെ ഞങ്ങളെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ചിത്രപ്പണിയിൽ മനോഹരമായ കാളയുടെ തല, കരകൗശല വസ്തുക്കൾ, ചതുരംഗം, ബ്രിട്ടീഷ് നിർമ്മിത ഫാനുകൾ, ഗ്രാമഫോൺ, പണപ്പെട്ടി, ലോഹത്തകിടിൽ തീർത്ത രൂപങ്ങൾ. ലോഹത്തകിടിൽ തീർത്ത ഒരുപാട് കരകൗശല വസ്തുക്കൾ. ഇത് നിർമ്മിച്ച ശില്പിയെ മനസ്സുകൊണ്ട് ഒന്ന് നമിച്ചു. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, കൊത്തുപണികൾ. ഇപ്പോൾ നിങ്ങൾ ഒരു ശബ്ദം കേട്ടില്ലേ? മെറ്റൽ സിംഗിങ് ബൗൾ. ഏകാഗ്രത ലഭിക്കുവാനും രക്തയോട്ടം കൂടുവാനും
ടെൻഷൻ അകറ്റുവാനും നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച വസ്തുവാണിത്. ഏതായാലും കണ്ണിന് കുളിർമ നൽകിയ വസ്തുക്കൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും മയങ്ങി. നല്ല വിശപ്പ്. മട്ടാഞ്ചേരിയിൽ വന്നാൽ ബിരിയാണി കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. തിരക്കിയപ്പോൾ നല്ല ബിരിയാണി ഹനീഫ് ഖാൻ്റെ ബിരിയാണി കടയിൽ കിട്ടുമെന്നറിഞ്ഞു. കടയിൽ എത്തി ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണിയോടൊപ്പം പുളിയിഞ്ചിയും സാലഡും. ഇവിടെ ബിരിയാണി മാത്രമല്ല, ഇറച്ചിച്ചോറുമുണ്ട്. ബിരിയാണി ഞങ്ങൾ ആസ്വദിച്ചങ്ങോട്ട് കഴിച്ചു. ശേഷം കാഴ്ചകൾ ബാക്കി വെച്ച് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക്